സ്ഥാനാർത്ഥിയാകാൻ നേതാക്കൾ തമ്മിൽ തർക്കം നടക്കുന്നതിനിടെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചുമരെഴുത്ത് തുടങ്ങിയിരിക്കുന്നു. സ്ഥാനാർത്ഥിയുടെ പേരില്ലാതെയാണ് കേരള കോൺഗ്രസ് പ്രവർത്തകർ ചുവരെഴുത്ത് തുടങ്ങിയിട്ടുള്ളത്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോട്ടയത്ത് UDF-നുള്ളിൽ ആരാകും സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച് വലിയ ചർച്ചകളാണ് നടക്കുന്നത്. കേരള കോൺഗ്രസിന് സീറ്റ് ലഭിക്കുമെന്ന് ഉറപ്പായതോടെ നിരവധി നേതാക്കൾ അവകാശവാദവുമായി രംഗത്ത് വന്നു. ഇത് വലിയ തർക്കത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തിനും ചെറിയൊരു അതൃപ്തി ഉണ്ട് എന്ന കാര്യത്തിൽ ഇന്ന് ചില വിവരങ്ങൾ പുറത്തു വന്നു. അതിൽ അതൃപ്തിയുണ്ടെന്ന് അവർ തുറന്നു പറയുകയും ചെയ്തു. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ UDF അവരുടെ പ്രചരണത്തിലേക്ക് കടന്നിരിക്കുന്നു. കോട്ടയം അടിച്ചിറയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടെ UDF പ്രവർത്തകർ, കേരള കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ ചുവരെഴുത്തിലേക്ക് കടന്നിരിക്കുന്നു. ആരാകും സ്ഥാനാർത്ഥി എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്നിരുന്നാൽ പോലും ചുവരെഴുതിയിരിക്കുകയാണ്. ചേട്ടാ, സ്ഥാനാർത്ഥി ആരാകുമെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. പക്ഷേ നിങ്ങൾ പ്രവർത്തനത്തിലേക്ക് കടന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നമ്മുടെ പടിവാതിൽക്കൽ വന്ന് എത്തി നിൽക്കുകയാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ 20 സീറ്റുകളിലും ജയിക്കുക എന്നുള്ളത് UDF-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് UDF പ്രവർത്തകർ കാണുന്നത്. അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ UDF എപ്പോൾ പ്രഖ്യാപിച്ചാലും തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ആദ്യപടി എന്ന് പറയുന്നത് ചുവരെഴുത്താണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഏറ്റുമാനൂർ നിയമമണ്ഡലത്തിലെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ ഇന്നു മുതൽ മതിലുകൾ ഉടമയുടെ അനുവാദത്തോടുകൂടി അവരുടെ കൺസെന്റോടുകൂടി തന്നെ വൈറ്റ് വാഷ് ചെയ്ത് നമ്മൾ സ്ഥാനാർത്ഥിയുടെ പേര് മാത്രം അവിടെ ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കി ചുവരെഴുതി നമ്മളങ്ങ് പോവുകയാണ്. ആര് സ്ഥാനാർത്ഥിയായാലും വിജയം ഉറപ്പാണെന്നാണോ? തീർച്ചയായിട്ടും ആര് സ്ഥാനാർത്ഥിയായാലും വിജയം ഉറപ്പാണ് UDF-ന്. ഇനി ഒരു പേര് വരേണ്ട താമസം മാത്രമല്ലേ? പാർട്ടി ചെയർമാൻ പേര് പ്രഖ്യാപിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഔദ്യോഗികമായിട്ട് UDF 30-ാം തീയതി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക പാർട്ടി കേരള കോൺഗ്രസിനാണ് എന്നുള്ള രീതിയിലുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വരണം. അതിനുശേഷം ബഹുമാനായ പാർട്ടി ചെയർമാൻ PJ ജോസഫ് സാറ് പാർട്ടി നേതാക്കളുമായി ആലോചിച്ചുകൊണ്ട് പാർട്ടി നേതാക്കൾ PJ ജോസഫ് സാറിനെ ചുമതലപ്പെടുത്തും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുവാനായിട്ട്. ആ സ്ഥാനാർത്ഥിക്കൊപ്പം കേരള കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും അതാണ്, അതായത് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും. നിലവിലുള്ള അസ്വാരസ്യങ്ങളൊന്നുമില്ല. എന്തായാലും പാർട്ടി ചെയർമാൻ പറയുന്ന ആരാണോ അവരുടെ പേര് ഈ ചുവരുകളിൽ അടുത്ത ദിവസം തന്നെ തെളിയുമെന്നാണ് പ്രവർത്തകരും പറയുന്നത്. എന്തായാലും UDF ക്യാമ്പ് സജീവമായി തന്നെ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവർ ആ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ടോബി ജോൺസൺ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പ്രേക്ഷകർക്ക്.